9 മണിയായപ്പോൾ ബസ്സിൽ കയറി ഗൈസ്. 9 മണിയപ്പോൾ ബസ്സിൽ കയറിയിട്ട് ഏതാണ്ട് 11 മണിയൊക്കെ അടുപ്പിച്ച് എത്തി. അപ്പോൾ എൻ്റെ സൈഡിൽ മൊത്തം ഇതിന് ചെറിയ ചെറിയ കുപ്പി ചെരുപ്പ് ബാഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ആദ്യം വഴി തെറ്റിപ്പോയി മറന്നു പോയി അങ്ങോട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറം പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ക്രോസ് ചെയ്ത് പോകും. ചെന്ന സമയത്ത് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ഫുഡ് കാണും, കഴിച്ചിട്ട് പോകാം. പള്ളിയിൽ എന്തായാലും നോൺ വെജ് ആയിരിക്കും. എന്നാൽ ഉച്ചക്കത്തെ ഫുഡ് ലാഭിക്കായിരുന്നില്ലേ പൈസ? അതിന് ഉച്ചയ്ക്ക് കാണുമെന്ന് എന്തോ ഉറപ്പ്? ചില പള്ളിയിൽ കാണും. എങ്ങനത്തെ ഫുഡായിരിക്കും? അല്ല, അമ്പലം ചോറായിരിക്കും. ബിരിയാണി ഫ്രൈഡ് റൈസ് കാണില്ല പള്ളിയിൽ, അതേ കാണും. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടാണ് കഴിച്ച് പോയത്. അപ്പോൾ നമ്മൾ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് പോയിട്ട് അപ്പം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നതോടെ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പൈനാപ്പിളും പറഞ്ഞു, അവൾ മുന്തിരിയും പറഞ്ഞു. മുന്തിരി കൊള്ളത്തില്ലെന്ന് വിചാരിച്ച അതായിരുന്നു നല്ലത്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും തിരിച്ചു പോകട്ടോ. അവിടെ ചെന്നപ്പോൾ സമയം എടുക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ് അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പം അടുത്തുള്ള 3 ഹോട്ടലിൽ ഒടുക്കത്തെ റേറ്റാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെ കട തപ്പിപ്പോയി അവസാനം ഒരു ഹോട്ടൽ കിട്ടി. അപ്പോൾ അവൾ കപ്പ ബിരിയാണിയും പറഞ്ഞ് ഞാനെങ്കിൽ എന്താ ഫ്രൈഡ് റൈസും പറഞ്ഞു. അവളുടെ കപ്പ ബിരിയാണി നേരത്തെ വന്നു, ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് അവിടെ കിടന്നാവുന്നതേ ഉള്ളൂ. ആ സർബത്ത് കുടിച്ചുകൊണ്ട് വലിയ വിശപ്പില്ലായിരുന്നു, പക്ഷേ ഭയങ്കര താമസമായിപ്പോയി. ഇരുന്ന് മടുത്ത്. പിന്നെ ആ ലൈം ആ കപ്പ ബിരിയാണിയുടെ കൂടെ ഫ്രീ ആയിട്ട് ഞാൻ കഴിഞ്ഞില്ലേ. നോക്കിയിരിക്കുന്ന നോക്കിയ വെയിലടിച്ചിട്ട് പൊരിഞ്ഞ് വെയിൽ. എടി നമ്മൾ വന്നപ്പോഴും ഇവിടെ പരിപാടിയായിരുന്നല്ലോ, ഇതുവരെയും തീർന്നില്ല. അങ്ങനെ ബസ് ഇറങ്ങി നടന്ന് അതേ വഴി കൂടെ തിരിച്ച് നടന്ന് കഴിച്ചു. അവിടെ ബാഗും ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നിൻ്റെ റേറ്റ് ചോദിക്കാൻ നിന്നില്ല, കാരണം ഇറങ്ങിയപ്പോഴേ 3 മണി കഴിഞ്ഞായിരുന്നു, 3-3:30 അപ്പോൾ വീട്ടിൽ ചെല്ലണ്ടേ. അങ്ങനെ ഒന്നും എവിടെ നിന്നൊന്നുമില്ല. സൂയിലൊന്ന് കയറാമെന്ന് വെച്ച് നടന്നു പോയതാണ്. അവസാനം ഞങ്ങൾ എത്തിയപ്പോൾ ഏതാണ്ട് 4 മണിയൊക്കെ ആയി കേട്ടോ. 5 മണിക്ക് ഞെട്ടിയപ്പോൾ അതിൻ്റെ കിരി കൂടെ കയറുന്നത്. പക്ഷേ ഇതിന് വലിയ വലിപ്പമില്ലേ കാട്ടുപോത്തിന്? ഇല്ല, ഇത് പക്ഷേ ഇതിനേക്കാളും നല്ലതുണ്ട്. ഇതിന് ഇവിടെ തന്നെ ഇത് ഇറക്കി എടുക്കുന്നതാണ്. ഇവിടെ ഈ കൂട്ടിൽ കാണാൻ പോകുന്നത് ഓട്ടമായിരുന്നു. ഞങ്ങൾ ഓടിക്കാണുമായിരുന്നു. ഇതിന് ഒരു കുരങ്ങനുണ്ടായിരുന്നു, അതിന് ഊഞ്ഞാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് വേറൊരു കുരങ്ങുണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് ഉള്ളതുണ്ട്, ഒരെണ്ണത്തെ കണ്ടുള്ളൂ. അതിന് ചൊറിയുന്ന കണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ കിളികളുണ്ടായിരുന്നു. ഇതെന്തോ സാധനമൊന്നും മനസ്സിലായില്ല. ഒട്ടകപ്പക്ഷിയാണോ മറ്റേ എങ്ങുവാണോ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഈ 3 സൂപ്പർ സാധനങ്ങൾ. അപ്പോൾ ഞാൻ തിരികെ ഇരിക്കുന്നത് വിളിച്ചപ്പോഴേ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതെൻ്റെ കൂടെ വന്ന് ഗൈസ് നടത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തത്തയെ കണ്ട്, അതാണെങ്കിൽ ഇതിന് അതിട്ട് കടിച്ചു പറിക്കുന്നുണ്ട്. കുരുത്തം കെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ 2 കുരങ്ങന്മാരുണ്ടായിരുന്നു, ഒരെണ്ണം അവിടെ ഒരെണ്ണം അപ്പുറത്തെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഗ്ലാസിൻ്റെ അടുത്ത ഒരു സൈഡ് ഗ്രില്ലാണ്ട് നമുക്ക് നല്ലപോലെ കാണത്തില്ല, പിന്നെ ഒരു സൈഡ് ഗ്ലാസ് ഇട്ടേക്കുന്നുണ്ട്, നല്ലപോലെ കാണാൻ പറ്റും. ഈ ഒരെണ്ണം ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അവരുടെ ലീഡറായിരിക്കും. അതായത് മാറിയിരുന്ന് എല്ലാവരും നോക്കും. അത് മുങ്ങിയിട്ട് നീ വീഡിയോ എടുക്കുന്നുണ്ടോ? വൃത്തികെട്ടവൻ. എടി ഇതിന്റെ നോക്കടി, ഇത് ചകിരിവാരി പോണം. അത് വീർക്കുന്ന നോക്കിയേ, അത് വീർക്കുന്നുണ്ടോ? എന്തി അവർ ശാസ്ത്രം. പിന്നെ ഒരു സിംഹം കഴിച്ച ആ സിംഹം തൂണ്ടാണ് എടുത്ത് കിടക്കുന്ന കണ്ടു. അത് ഒരു സൈഡിലോട്ട് മാത്രമേ നോക്കത്തുള്ളൂ. അതെന്താണെന്നറിയാൻ പറ്റില്ല. അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു. അവരതിന് ബഹളം വെച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ അമ്മയെ കാണിക്കാൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ വയ്യ. ഞാൻ കേട്ട ഡൈനോസറിനാണ്. പിന്നെ ഇതെന്തോ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവില്ല. ഒന്നും തിന്നാനും ഇല്ല, വെള്ളം കുടിക്കുവാണോ എന്നറിയാതെ. പിന്നെ കുറേ മാനുകളുണ്ടായിരുന്നു. മറ്റേ പുള്ളിയുള്ള മാൻ, ഈ മാൻ കൊമ്പുള്ള മാൻ ഒക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് മാനായിരുന്നു.
പിന്നെ കാട്ടുപോത്ത്, നമ്മൾ ആദ്യം കണ്ടില്ലേ കാട്ടുപോത്ത്, അത് ചെറുതായിരുന്നു. ഞാൻ ഇത്രയും ഉള്ളതിനെ ഉദ്ദേശിച്ച് അതിപ്പോൾ മാറ്റിയിട്ടേക്കുന്നു. ഈ മാൻ ഒറ്റയ്ക്കാണ് കിടന്ന് ഞാൻ കരുതി പുല്ല് തിന്നുമായിരിക്കുന്നു, പക്ഷെ ചൊറിയാൻ പോകും. ഈ ഒട്ടകപ്പക്ഷി വണ്ട് ഇത് ക്യാമറ കണ്ടപ്പോൾ തൊട്ട് തിരിഞ്ഞ് നിൽക്കുക. പിന്നെ നോക്കിയിട്ടില്ല, പക്ഷേ ഫോൺ കാണുന്നതിന് മുമ്പ് നേരെ നോക്കി നിന്നത്. രണ്ടാം കാട്ടുപോത്തിന് അടുത്ത് നിന്ന് ഇത് വലുതായിരുന്നു കേട്ടോ, മറ്റേതൊക്കെ ചെറുതായിരുന്നു. പിന്നെ അതിൻ്റെ ചുറ്റും കുറേ പ്രാവുണ്ടായിരുന്നു. ഇവർ അത്രയും പ്രാവ് അത് രണ്ടും കൂടെ എന്തോ കഴിച്ചിട്ടുണ്ട്. ഇതുണ്ട് പുല്ലിയുള്ള മരം, ഇതാ സാധാരണ നമ്മൾ കാണുന്ന മരം. പിന്നെ ഒരു പുലി ഉണ്ടായിരുന്നു, ഈ പുലിയെ മാത്രം മാറ്റിയിട്ടേക്കുന്നുണ്ട്, ഒരെണ്ണേ ഉള്ളുണ്ട്. പിന്നെ കോമഡി ഇതൊന്നുമല്ല, 4-5 കടുവുണ്ടായിരുന്നു. എല്ലാ കടുവും ഒരേ സമയം ഉറക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ എടുക്കാൻ പോകുന്നു. പിന്നെ ആ കിളി, പിന്നെ ഈ മയിൽ ഇപ്പോൾ പീലി നിർത്തുമെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് നിന്നാണ്. അതിൻ്റെ പീലി അനങ്ങുന്നതാണ്. ഇപ്പോൾ വിടരുമെന്നും പറഞ്ഞില്ലേ, പക്ഷേ ഞങ്ങളെ പറ്റിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 4:30 ഓടി നടന്ന് കണ്ടു നിർത്തുകയാണ്. അതിനകത്ത് വിശദമായിട്ടൊന്നും ഇല്ലാത്ത 4:30 ഇറങ്ങി ജസ്റ്റ് മ്യൂസിയത്തിൻ്റെ ആ വഴി കൂടെ കയറി, സമയമില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി. എന്നിട്ട് ഓട്ടോയിൽ നമ്മൾ തമ്പാനൂർ സ്റ്റാൻഡിൽ പോയിട്ട് കയറാമെന്ന് കരുതി. കാരണം ബസ് നിർത്തുന്നത് പിന്നെ ഭാഗത്തിരുന്നു. ബസ്സിൽ കയറി, മിക്ക ബസ് സീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എൻ്റെ ടു എൻ്റെ ആയിരുന്നു. തമ്പാനൂർ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് പിന്നെ പട്ടം വരെ നിർത്തിയുള്ളൂ, പിന്നെ നിർത്തിയിട്ടില്ല. പക്ഷെ മഴയായതുകൊണ്ട് സ്ലോ ആയിരുന്നു ബസ്. പിന്നെ നമ്മൾ 5 ഇറങ്ങിയിട്ട് ഓട്ടോയിൽ പോയി, മഴയായിരുന്നു ഇവിടെയൊക്കെ.